നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ദുരാത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കണോ അതോ പോണോ എന്ന്. ആ ദുരാത്മാവിൻ്റെ പേരാണ് ശോഭ. മഞ്ഞൾ ശോഭ എന്ന് പറഞ്ഞാൽ നിങ്ങളറിയും. ശോഭ സുരേന്ദ്രൻ എന്നാണ് പേര്. അതാണ് ദുരാത്മാവ്. BJP ഓഫീസിൻ്റെ അടുക്കളപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഏറാണോ കിട്ടുക ചോറാണോ കിട്ടുക എന്നറിയില്ല. അവിടെ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP വീട്ടിൽ 4 തരം പ്രഥമൻ കൂട്ടി, സാമ്പാർ, എലിശ്ശേരി, പുളിശ്ശേരി, എല്ലാത്തിനും വരെ കാളൻ ഒക്കെ ആയിട്ട് അവിടെ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. സദ്യയുടെ മണം വരുന്നുണ്ട്, സദ്യ വിളമ്പുന്നുമുണ്ട്. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്ന പട്ടിക്ക്, അടുക്കളപ്പുറത്തെ പട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവിടെ മണപ്പിച്ച് നിൽക്കുകയാണ്. ചോറാണോ കിട്ടാൻ പോണത്, ഇനി ഏറാണോ കിട്ടാൻ പോണതെന്ന് അറിയില്ല. അങ്ങനെ പട്ടി ഇടയ്ക്കിടയ്ക്ക് മോങ്ങും, മോങ്ങും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ. ഇന്നലെ ഒന്ന് മോങ്ങി. ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ എന്നാണ് ചോദ്യം. 10 ദിവസം കാത്തു നിൽക്കും. അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവരുടെ വേഷം കെട്ട് അവരെടുക്കും. എന്താ വേഷം കെട്ട്? പണ്ട് ഒരു യാചകൻ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒരു 10-25 വയസ്സ് സ്ത്രീ മാത്രമേ ഉള്ളൂ. ഭർത്താവ് ജോലിക്ക് പോയി. പിന്നെ 1-2 ചെറിയ കുട്ടികളേ ഉള്ളൂ. അപ്പോൾ യാചകൻ അവിടെ കയറി ചെന്നു. യാചകൻ അവിടെ കയറി ചെന്നിട്ട്, ഇപ്പം യാചകന്മാർ എന്തെങ്കിലും തരണമല്ല, വല്ല തരണമേ എന്നല്ല പറയുക. 10 രൂപ തരണേ അമ്മ. അവർ കൃത്യമായിട്ട് അവരുടെ എമൗണ്ട് പറയും. അവർക്കും അന്തസ്സില്ലേ? അവർക്ക് യാചനയാണെങ്കിൽ അധ്വാനമല്ലേ, അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. അതുകൊണ്ട് അവരുടെ കൃത്യമായിട്ട് അവരുടെ ജോലിയുടെ കൂലി അവർ പറയും. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 രൂപ തരണേ അമ്മ നായി, അമ്മ അമ്മമ്മ എന്ന് പറഞ്ഞ പോലെ. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 രൂപ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മ എന്തെങ്കിലും മറ്റേ പശു എടുക്കുക അമ്മ, എന്തെങ്കിലും സാപ്പാടിക്ക് അതായത് കൊടുത്തിടുங்க അമ്മ. ഈ യാചകന്മാർക്ക് സ്വഭാവമാക്കി തമിഴിലെ സംസാരിക്കുള്ളൂ, മലയാളത്തിൽ സംസാരിക്കില്ല. യാചകന്മാരാച്ചാൽ തമിഴിലെ സംസാരിക്കുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. പശു എടുക്കുക അമ്മ. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് നിങ്ങളെ 10 രൂപയും തരില്ല, 5 രൂപയും തരില്ല, നിങ്ങളൊരു നേരത്തെ ആഹാരവും തരില്ല അല്ലേ? കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെന്ന് പറഞ്ഞു. എൻ്റെ അവസാനത്തെ അടവ് ഞാൻ എടുക്കാൻ പോവാണ്. അതൊരു പേടിച്ചു. ഉടനെ തന്നെ 10 രൂപയും കൊണ്ട് കൊടുത്തു, ആഹാരം കൊടുത്തു, നല്ല പ്ലേറ്റിൻ്റെ ആഹാരം കൊടുത്തു. അല്ലെങ്കിൽ അയാളുടെ അവസാനത്തെ അടവ് കൊടുത്താലോ? സുഖമായിട്ട് അങ്ങനെ ആഹാരം കഴിച്ചു, ഏമ്പക്കം വിട്ട് 10 രൂപയും മടിയിൽ വെച്ച് അങ്ങനെ യാത്രയായി. ഈ സ്ത്രീ പതുക്കെ വിളിച്ചു ചോദിച്ചു, അതേ, നിങ്ങൾ അവസാനത്തെ അടവെടുക്കുന്നു പറഞ്ഞില്ല, അതെന്താന്ന് ചോദിച്ചു. അതിപ്പോൾ എന്താ എൻ്റെ മോളെ, നീ ഇപ്പോൾ 10 രൂപയും തന്നില്ല, 5 രൂപയും തന്നില്ല, ആഹാരം തന്നില്ല, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മുണ്ട അങ്ങോട്ട് ഞാൻ മുറുക്കി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവും, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായത്. ഇതുപോലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. 10 ദിവസത്തിനകത്ത് എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ അവസാനത്തെ അടവ് ഞാൻ എടുക്കും. എന്താണ് അവസാനത്തെ അടവ്? ഞാൻ മത്സരിക്കില്ല. അതന്നെ, ഞാൻ മത്സരിക്കില്ല. അതിന് അവർക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ നിന്നുള്ള തലം വിട്ടിട്ട് CPM പോകാൻ പറ്റും? അവിടെ ചെറുപ്പക്കാരികളും രംഗത്ത് ഇറങ്ങുന്നത്. അവർക്ക് ഈ മുതുകാണകളെ വേണ്ട, മുതുകികളെയൊന്നും അവർക്ക് വേണ്ട. അവിടെ ചെന്നുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ മെമ്പർ സ്ഥാനം കിട്ടി 25 കൊല്ലം പിടിക്കും. ഇവർക്ക് ഒരു 70 വയസ്സാകുമ്പോഴേ മെമ്പറാവാൻ പറ്റും. അവിടെ നടക്കില്ല. അവരാദ്യം ചൂലെടുത്ത് കൊടുക്കും, എന്നിട്ട് ഇന്ന വാർഡിൽ പോയിട്ട് ജോലി ചെയ്തോളാൻ പറയും. അവിടെ ചുമരടിച്ച് വരാൻ. പിന്നാലെ എഴുത്തുകാർ പോയോളൂ. അപ്പം അവിടെ ഞാൻ ഒരു കാര്യമില്ല. കോൺഗ്രസ്സിലാണെങ്കിൽ MP വരെ ഇങ്ങോട്ട് വരാൻ നിൽക്കുക മത്സരിക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ്സിൽ യുവജനങ്ങളെ വരെ കൊണ്ടുവരുന്നത് ചക്രക്കസേരയിലാണ് കൊണ്ടുവരുന്നത്. അവിടുത്തെ സ്ഥിതി
അവിടെ പിന്മാറാൻ ആരും തയ്യാറില്ല. അപ്പൊ അവിടെയും പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ തരം പറയില്ലേ, വലു പിടിക്കുക എന്ന് പറയും, വലു പിടിക്കുക എന്ന് പറയില്ലേ, അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആഹാരം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു പയ്യൻ അവിടെ വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞു, മോനെ നമുക്കെന്നാ കഞ്ഞി കുടിക്കാം. എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട, ഞാൻ അങ്ങനെ കഞ്ഞി കുടിക്കില്ല. എന്നാ വേണ്ട, എന്നാ ഞങ്ങൾ കഞ്ഞി കുടിച്ചോട്ടെ, നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവർ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിക്കുക, പച്ചപ്ലാവിലുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ മോനെ. പച്ചപ്ലാവിലുണ്ട്, ഇത്തിരി കഞ്ഞി കുടിക്കാം എന്ന് പറഞ്ഞ പോലെ സ്ഥിതി. ഇത് കഞ്ഞി വേണം, പക്ഷെ മോറ് കുറിപ്പിച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. അത് കാണാനും തയ്യാറില്ല. അപ്പോഴാണ് ഇടയ്ക്ക് കീഴ്ശ്വാസം വിടുന്ന പോലെ എന്ന് പറയണത്, ഞാൻ നിൽക്കണോ അതോ പോണോ എന്ന്. പോകാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. എവിടേക്കാ പോണത്? ഇപ്പൊ BJP കൂട് വിട്ടിട്ട് ഇവർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. ആയതുകൊണ്ട് BJPയിൽ വല്ല കുന്നിലോ മൂത്രത്തിക്കരയിലോ കോണത്ത് കുന്നിലോ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കുക, എന്നിട്ട് കുറെ പിരിവെടുക്കുക. വെറുതെ കാൻഡിഡേറ്റ് ആയാൽ തന്നെ പിരിവ് ആരംഭിക്കാമല്ലോ. എന്നിട്ട് കുറച്ച് പൈസ പോക്കറ്റിലിടാം, കുറച്ചൊക്കെയും ചിലവാക്കാം, കുറെ ഫോട്ടോ ഒക്കെ അവിടെ ഒപ്പിട്ട് ചിലവാക്കാം. അതുകൊണ്ട് ഇവിടെ നിൽക്കുക നിവൃത്തിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. ആദ്യത്തെ പട്ടിക തയ്യാറാക്കി, ശോഭാ സുരേന്ദ്രന്റെ പേരില്ല. രണ്ടാമത്തെ പട്ടിക തയ്യാറാക്കി, ശോഭാ സുരേന്ദ്രന്റെ പേരില്ല. ആദ്യത്തെ പങ്കിയിൽ ഊണ് കഴിച്ച എല്ലാവരും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അവിടെ അടക്കപ്പുറത്ത് നിന്ന പട്ടിക്ക് ചോറ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ പന്തിയിൽ അവിടെയുള്ള എല്ലാവരും എല്ലാം പായസമൊക്കെ നക്കി കുടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പൊക്കം വിട്ട് അവരും പുറത്തിറങ്ങി. അവിടെ നിൽക്കുന്ന പട്ടിയെ മൈൻഡ് ചെയ്തിട്ടില്ല. പട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതാണ് ഇപ്പൊ സ്ഥിതി. വാസ്തവത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP നേതൃത്വം ഇവിടെ എന്താ പറഞ്ഞേ? ഓടി പുറത്ത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞു. എവിടേക്ക് പോകാനാ? അവരുടെ അടുക്കള പുറത്തെല്ലാം നിൽക്കുന്നു. ഈ പട്ടിക്ക് 10 ഏറ് കൊടുത്താലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒരു ഉരുള ചോറ് കൊടുത്താൽ മതി, അതവിടെ നിന്നോളൂന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം. കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുക, കാലം പുറകോട്ടല്ല. പുതിയ തലമുറകൾ വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ പുതിയ തലമുറകൾ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. ഏത് അക്ഷം വന്നാലും ശോഭാ സുരേന്ദ്രൻ. ഇവർക്കൊരു സ്ഥിരം കുറെ ആൾക്കാരുണ്ട്. മടുക്കില്ലേ ആൾക്കാർക്ക്? ഒരേ മുഖം, പുതിയ മുഖമില്ല എന്ന് സാരം. പുതുതലമുറ അരച്ചു കയറുകയാണ്. ഇനിയിപ്പോ നല്ലത് കാരണവന്മാരൊക്കെ മരുമക്കൾ വലുതായി കഴിഞ്ഞൊരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുക എന്നല്ല, ചവിട്ടിക്കൂട്ടും, ഒരു ഭാഗത്ത് ഇടും. ഇപ്പൊ കൃഷ്ണകുമാർ എന്നൊരു നടൻ വന്നിട്ടുണ്ട്, അയാൾക്ക് സീറ്റുണ്ട്. അൽഫോൺസ് കണ്ണന്താനം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അയാൾക്ക് സീറ്റുണ്ട്, ന്യൂനപക്ഷ സംരക്ഷണം. സെൻകുമാറിന് സീറ്റുണ്ട്. BJPയിൽ എത്ര കാലം അയാൾ പ്രവർത്തിച്ചു. ജേക്കബ് തോമസിന് സീറ്റുണ്ട്. BJPക്കാരനാണോ അങ്ങനെ? ഇതുവരെ BJPയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സന്ദീപ് വാര്യര് ഇന്നലെ രംഗത്ത് വന്ന ആളാ, സീറ്റുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു സീറ്റുണ്ട്. സുൽഫത്തിന് സീറ്റുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്നിട്ടിപ്പോ പറയുന്നത് എന്താണ്? എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ, 10 ദിവസം സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ BJPന്ന് രാജിവെക്കുന്നൊന്നും പറയാനൊക്കെ പറ്റിയിട്ടില്ല. ഞാൻ മത്സരിക്കാൻ നിൽക്കില്ല, അത്രേ പറയുന്നുള്ളൂ. ആർക്ക് ചെയ്തപ്പോൾ ഒരു മത്സരിച്ചില്ലെങ്കിൽ പണ്ടത്തെ യാചകന്റെ ഭീഷണി, മുണ്ടു മുറുക്കി കുത്തിപ്പോകും, അത്ര തന്നെ. ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ വിധി കേരളത്തിലെ എമ്പാടും മുമ്പ് പറഞ്ഞ പോലെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് അവിടെ കാൻഡിഡേറ്റ് ആക്കില്ല തീരുമാനമായി. കണ്ണൂരിൽ ഇത്തിരി താല്പര്യമുണ്ടോ അത് തീരുമാനമായി. അബ്ദുള്ളക്കുട്ടിയെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് വിടാനുള്ള പരിപാടിയാണ് കേട്ടത്. കേരളത്തിലെ എല്ലാ കാൻഡിഡേറ്റിനെയും മണ്ഡലത്തിൽ പോയിട്ട് കാൻഡിഡേറ്റുകളുടെ സ്ഥാനാർത്ഥികളുടെ ചുക്കാൻ പിടിക്കുക. അതാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ കിട്ടാൻ പോണത്. അപ്പോൾ അത് ഇവർക്കും ചിലപ്പോൾ ചുക്കാൻ പിടിക്കുന്ന പരിപാടിയായിരിക്കും. ഇനി അതിനും സന്നദ്ധയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
അലിഞ്ഞു തിരിയേണ്ട വരും പ്രേതം കണക്കെ, ഗതി കിട്ടാ പ്രേതം കണക്കെ. അവിടേക്കാണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പോക്ക്. നമുക്ക് സഹതപിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാം. നമസ്കാരം.